രമ്യ കൂടി ചേരുന്നുണ്ട് നമുക്കിപ്പം. രമ്യ ഇപ്പോൾ ഉള്ളത് ചാലിയാറിൻ്റെ തീരപ്രദേശങ്ങളിലാണ്. രമ്യ, ഇന്ന് ഒരു ശരീരഭാഗം കണ്ടെത്തിയിട്ടുണ്ട് ചാലിയാറിൽ നിന്ന് എന്നാണ് ഒരു 10 മണി വരെയുള്ള നമുക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഒരു ശരീരഭാഗം കണ്ടെത്തി. ചാലിയാറിൻ്റെ തീരത്തുള്ള ഇന്നത്തെ തിരച്ചിൽ തീർത്തും നിർണായകമാണ്. കൂടുതൽ ശരീരഭാഗങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? തിരച്ചിൽ ഏത് ഘട്ടത്തിൽ? തീർച്ചയായും സ്വാതി, ഇന്നത്തെ തിരച്ചിൽ വളരെ നിർണായകം തന്നെയാണ്. ഇപ്പോൾ ഇതുവരെ നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ച് 3 മൃതദേഹങ്ങളാണ് ചാലിയാറിന്റെ തീരത്തു നിന്നും ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോഴും അവിടെ തിരച്ചിൽ തുടരുകയാണ്. പുലർച്ചെ 7:30 രാവിലെ 7:30 അവിടെ ഇത്തരത്തിൽ ഒരു തിരച്ചിൽ ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് ചാലിയാറിന്റെ തീരത്തു നിന്ന് മാറി കൂടുതൽ ഉള്ളിലോട്ട്, അതായത് വനപ്രദേശത്തേക്ക് കൂടി പോയിട്ടുള്ള ഉള്ളിലേക്ക് ആദിവാസി കോളനികളുണ്ട്. ഇത്തരത്തിൽ അവരുടെ സഹായത്തോടു കൂടിയും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി ഉള്ളിലേക്ക് കയറിയിട്ടുള്ള ഒരു തിരച്ചിൽ കൂടിയാണ് പുരോഗമിക്കുന്നത്. ഉള്ളിൽ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ അകപ്പെട്ടിട്ടുണ്ടാവാം എന്നുള്ള നിഗമനത്തിലാണ് ഇത്തരത്തിൽ ഉള്ളിലേക്ക് കയറിയുള്ള പരിശോധനകൾ. മൃതദേഹങ്ങൾ അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള രീതിയിലുള്ള പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇതുവരെ 139 മൃതദേഹങ്ങളാണ് ഇത്തരത്തിൽ ചാലിയാറിന്റെ തീരത്തു നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. അതായത് അതിൽ അവയവ ഭാഗങ്ങളുണ്ട്, പൂർണ്ണമായിട്ടുള്ള മൃതശരീരങ്ങളുണ്ട്. ഇത്തരത്തിൽ 139 എണ്ണമാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. ഇത് കണ്ടെത്തുന്ന മുറയ്ക്ക് തന്നെ ഇവിടെ ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തീകരിക്കുന്നുണ്ട്. അത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കും. വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്ന നടപടികളും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെയുള്ളവ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതും. ഇവ ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തീരുന്ന മുറയ്ക്ക് ആംബുലൻസ് വഴി മേപ്പാടി വഴിയാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്, വയനാട്ടിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ അവിടെ ചാലിയാറിന്റെ തീരത്ത് ഇത്തരത്തിൽ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാതി, രമ്യ, പറഞ്ഞ പോലെ നമ്മൾ ഉണ്ടായ ദുരന്തം എത്രത്തോളം വലുതാണ് എന്നുള്ളൊരു കാര്യം ഇനി നമ്മളിപ്പോൾ ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമ്മൾ ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ഇരിക്കുകയാണ്. പക്ഷേ ഈ ദുരന്തത്തിൻ്റെ ഭീകരത അത് എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാകുന്നത് ഈ ചാലിയാറിൻ്റെ തീരത്ത് നിന്ന് 139 മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നുള്ളതിലാണ്. ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ 139 എണ്ണം കിലോമീറ്ററുകൾ ഇപ്പുറമുള്ള ചാലിയാറിലേക്ക് ഒഴുകിയെത്തണമെങ്കിൽ അവിടെ നടന്നിട്ടുള്ളത് എന്താണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാം എന്നുള്ളതേ ഉള്ളൂ. ഈ ചാലിയാറിൻ്റെ തീരത്ത് ഇന്നലെ നല്ല മഴയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം ഇടയ്ക്ക് അവസാനിപ്പിക്കേണ്ട അവസ്ഥ വന്നു. ഇന്ന് അവിടെ ഈ അലേർട്ട് ഉണ്ടെന്നറിയാം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മുൻകരുതൽ എടുത്തിട്ടുണ്ടോ? മഴയുണ്ടോ? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി രമ്യ. സ്വാതി, ഇന്നലെ ജില്ലയിൽ മഴയുണ്ടായിരുന്നു. ഒരൊറ്റ മിനിറ്റ് രമ്യ, ഇപ്പോൾ രമ്യയിലേക്ക് വരാം. ഇപ്പോൾ ലക്ഷ്മി പത്മ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്തോ നിർണായകമായ വിവരം, പ്രതികരണങ്ങളൊക്കെ ലക്ഷ്മിക്ക് ലഭ്യമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ലക്ഷ്മി.